ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ഞാനിന്ന് ഗാർഡനിലെ ബാക്ക് യാർഡിൽ തന്നെ പെർസിമം എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് പ്രൂൺ ചെയ്യാനും വീഡിയോ ആണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം പെർസിമം എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരു വളരെ ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. ബാക്ക് യാർഡിൽ നിങ്ങൾക്ക് വെക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ടു ഗ്രോ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ്, വിന്ററിന് ഇലകളെല്ലാം കൊഴിഞ്ഞ് ആ ഫ്രൂട്ട് മാത്രം ഒരു ഓറഞ്ച് കളറിൽ ആ ഗാർഡനിൽ നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക ഈ ഫ്രൂട്ട് ട്രീ. വെൽക്കം ടു മൈ വീഡിയോ. താങ്ക് യു. ഞാനിവിടെ ഗാർഡൻ ചെയ്ത് പഠിച്ചാൽ ഗാർഡനൊന്നുമല്ല, പക്ഷെ എൻ്റെ ഒരു ഹോബിയാണ് ഗാർഡനിങ്. അപ്പം അങ്ങനെ ചെയ്ത് നമ്മൾ മിസ്റ്റേക്ക് മരത്തി ഇങ്ങനെ ഓരോന്ന് പഠിച്ചാണ്. ചെറിയ മരത്തിൽ തന്നെ നമുക്ക് ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ മരമൊന്നും വേണമെന്നൊന്നുമില്ല. ഹോം ഗ്രൗൺ ബാക്ക് യാർഡ് പെർസിമം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു പ്ലാന്റിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി. സോ ഇത് അത്ര വലിയ ഹാർഡൊന്നും അല്ല പെർസിമം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും ബാക്ക് യാർഡിൽ. ഓക്കെ. ഓക്കെ, ഇനി പെർസിമം ട്രീ ആണ് പ്രൂൺ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ആസ് യൂഷ്വൽ എല്ലാം പ്രൂൺ ചെയ്യും. ഇത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ലേറ്റ് വിന്റർ അല്ലെങ്കിൽ ഏർലി സ്പ്രിങ്. അപ്പൊ ട്രീ ഗ്രോയിങ് സ്റ്റേജ് അല്ല. അപ്പൊ അതാണ് റൈറ്റ് ടൈം ടു പ്രൂൺ എനി ഫ്രൂട്ട് ട്രീ. സം ഓഫ് ദ ഫ്രൂട്ട് ട്രീസ് ആർ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. അപ്പൊ നമ്മൾ അത് മനസ്സിൽ വയ്ക്കുക. അതായത് ഡെഡ് ബ്രാഞ്ചസും ക്രോസ് ബ്രാഞ്ചസ്, അതുപോലെ അതൊക്കെ മെയിനായിട്ട് കളയും. അതുപോലെ തന്നെ സക്കേഴ്സ് എന്ന് പറയും. നമ്മൾ ചില ബ്രാഞ്ച് റൂട്ടിൽ നിന്ന് തന്നെ വരും, അതെല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റഡി സ്റ്റം നമുക്ക് കിട്ടും. ഒരു നീറ്റായിട്ടുള്ള അടിയിലത്തെ ഏരിയ വളരെ നീറ്റായിട്ട് കിട്ടും. അപ്പം ഇതും ഞാൻ എൻ്റെ ബാക്ക് യാർഡിന്റെ സൈസ് കൊണ്ട് തന്നെ ഞാൻ സമ്മറിലും പ്രൂൺ ചെയ്യും. ഇതെല്ലാ ട്രീ പോലെ തന്നെ. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഡീപ്പ് പ്രൂണിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. മെയിനായിട്ട് നോക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഡെഡ് ബ്രാഞ്ചസ് ചെയ്യുക. അതുപോലെ തന്നെ ലോങ് ബ്രാഞ്ചസ് ഉണ്ടാവും, നേരെ പോണ ബ്രാഞ്ചസ്, അതെല്ലാം പ്രൂൺ ചെയ്ത് കളയുക. ഭയങ്കര സെവിയർ പ്രൂണിങ്ങിന്റെ ആവശ്യമില്ല ഈ ട്രീക്ക്. എല്ലാ ഫ്രൂട്ട് ട്രീ പോലെ തന്നെ നമ്മൾ ഒരു സ്പേസ് ഉണ്ടാക്കുക നടുഭാഗത്ത്. അതിനുവേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് നടുക്കടിച്ച് അതിന് പുതിയ ബ്രാഞ്ചസ് വരാൻ എൻകറേജ് ചെയ്യും. അങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പം എളുപ്പമാണ് ഇത്. ഈ ഫ്രൂട്ട് ട്രീ അത്രയ്ക്ക് വലിയ ഹാർഡുള്ള ഒരു ട്രീ അല്ല നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പരിപാലനം മാത്രം മതി, ഇത് വളർന്നോളും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രൂട്ടാണ്. നിങ്ങൾ വെച്ച് നോക്കണം നിങ്ങളുടെ ബാക്ക് യാർഡിൽ. താങ്ക് യു. ഓക്കെ, ഞാനിപ്പം ഇത് കട്ട് ചെയ്യാനാണ്. ഇത് നേരെ വളർന്ന് നേരെ ആൽഫ്രസ്കോയിലേക്ക്. എനിക്ക് അങ്ങോട്ടേക്കൊരു ബ്രാഞ്ചിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി.
ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ് ബ്രാഞ്ചസ് ഇതിന്റെ ഇടയിൽ കൂടി ഒരു ക്രോസ് ബ്രാഞ്ചസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു കോമ്പറ്റീഷനാണ്. ഇത് വളർന്നു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നേരെ ഇതിൽ വന്ന് ഹിറ്റ് ചെയ്യും. അങ്ങനെ ഇത് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രാഞ്ച് ഇവിടുന്ന് വേണ്ട, അതിനുവേണ്ടി നമ്മൾ ആ ബ്രാഞ്ച് വെട്ടി മാറ്റി. ഈ ബ്രാഞ്ച് ഇങ്ങനെ ക്രോസ് ബ്രാഞ്ചായിട്ട് ഇതിന്റെ തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ഇത് വലിയ ബ്രാഞ്ചാണ്. ചില വിചാരിക്കും ഈ വലിയ ബ്രാഞ്ച് നിർത്തിയിട്ട് ചെറു ബ്രാഞ്ച് വെട്ടിക്കളയാന്ന്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വലിയ ബ്രാഞ്ച് വെട്ടിക്കളയുക. കാര്യം ഇത് ഇനി വരുന്നത് മിക്കവാറും ഒരു ലീഫ് ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് കാര്യം ഓൾറെഡി പുതിയ ഗ്രോത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് വലിയൊരു കോമ്പറ്റീഷൻ വരില്ല. ഇത് നേരെ ആംഗിളായിട്ട് ഇങ്ങോട്ടേക്ക് പോകും. വേറെ ഇത് കാണാം, ഇതിന്റെ ബാക്കിലോട്ട് ഒരു ക്രോസ് ബ്രാഞ്ച് വേണം. അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയൊരു കട്ട് കൊടുക്കുക. അത് ക്ലിയറായി. ഇതെല്ലാം നേരത്തെ ഉണ്ടായ ഫ്രൂട്ടിന്റെ ഒരേ നെറ്റുകൾ. അതെല്ലാം എളുപ്പമാണ് ശരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അധികം പണി വരില്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെടികൾക്ക് കുറച്ച് ഷോക്കാവും. അപ്പം എന്നാലും നമ്മൾ അത് കൺട്രോൾ ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഒരു വലിയൊരു ടോപ്പ് ബ്രാഞ്ച് മേളിലോട്ട് പോയിട്ടുണ്ട്. അതിനാൽ വെട്ടി ഇത് ഞാൻ വെട്ടാൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്നൊരു ഗ്രോത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് ആയിരിക്കും നേരെ പാരലായിട്ട് പോകും, ചെടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പം പെർസിമം ഇത്രയേ ഉള്ളൂ. കാര്യം ഓൾറെഡി ഷേപ്പ് സ്റ്റേജാണ്. ഒരെണ്ണം കൂടി നമുക്ക് ഈ താഴത്തേക്കുള്ള ബ്രാഞ്ചസ് നമുക്ക് വേണ്ട, അങ്ങനെ ഇങ്ങോട്ട് വേണം ബ്രാഞ്ചസ് വേണ്ട. അങ്ങനെ ഈ താഴത്തേക്ക് വേണം ബ്രാഞ്ച് വെട്ടി ഈ ബ്രാഞ്ച് നേരെ ഉള്ളിലേക്ക് വേണം, അതിൻ്റെ ആവശ്യമില്ല. ഇത് നേരെ ക്രോസ് ആയിട്ട് കൊണ്ടുകൊണ്ട് ഞാൻ അത് വെട്ടി താഴത്തേക്ക് പോണ ബ്രാഞ്ച് അതിൻ്റെ ആവശ്യമില്ല. താഴത്തേക്ക് പോകുന്ന ബ്രാഞ്ചുകൾ അത് വെട്ടി ഇത് വെട്ടി പിന്നെ നമ്മൾ എൻകറേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വെട്ടി ഈ ബ്രാഞ്ചിന്റെ ആവശ്യമില്ല. താഴത്തേക്കുള്ള ബ്രാഞ്ച് ഇത്രയേ ഉള്ളൂ. പെർസിമം പ്രൂണിങ് സിമ്പിളാണ്. ഇത് നല്ലൊരു ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ എങ്ങനെയാണോ ഇല വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാട്ടിത്തരാം. ഓക്കെ. സോ ഇന്നത്തെ പെർസിമം ഹാർവസ്റ്റിംഗ് കഴിഞ്ഞു. അത് ട്രീ പ്രൂൺ ചെയ്ത് എൻ്റെ ബാക്ക് യാർഡിൽ പറ്റുന്ന രീതിയിൽ ഞാൻ ട്രീ പ്രൂൺ ചെയ്ത് വിച്ച് വേ ഐ വോണ്ട്. സോ നൗ ഇറ്റ്സ് റെഡി ഫോർ നെക്സ്റ്റ് സീസൺ. സോ പെർസിമം നിങ്ങൾ വാങ്ങാൻ നേരത്തെ 2 ടൈപ്പ് പെർസിമം അവൈലബിൾ ആണ് എൻ്റെ അറിവിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു ഗാർഡനർ ഒന്നുമല്ല, ഞാനൊരു ക്വാളിഫൈഡ് ഹോർട്ടിക്കൾച്ചറിസ്റ്റും അല്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലെല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ നോളജ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. അപ്പം ഈ പെർസിമം 2 ടൈപ്പ് എന്ന് പറയാൻ കാര്യം നോൺ അസ്ട്രിൻഷ്യന്റും ഒരു അസ്ട്രിൻഷ്യന്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ അസ്ട്രിൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കളർ മാറുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങാം. അതായത് ചവർപ്പുണ്ടാവില്ല കഴിക്കാൻ നേരത്ത്, വളരെ ക്രഞ്ചി ആയിരിക്കും, നിങ്ങൾക്ക് എപ്പോ വേണേലും കഴിക്കാം. അസ്ട്രിൻഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രൂട്ട് കളർ മാറിയാലും നല്ലവണ്ണം റൈപ്പാണ്. അത് ശരിക്കും അതിന്റെ ഫ്ലഷ് സോഫ്റ്റ് ആയാൽ മാത്രമേ അതിന് സ്വീറ്റ്നെസ് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ചവർപ്പായിരിക്കും. അപ്പം നമ്മൾ ഫ്രൂട്ട് മേടി ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും, ചിലവർ വളരെ റൈപ്പാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ് ബഡ് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങളത് ട്രീ വാങ്ങാം. ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നത് നോൺ അസ്ട്രിൻജന്റ് ഫ്രൂട്ടാണ്. അത് എനിക്ക് സാലഡിന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും, കാര്യം കുറെ ഫ്രൂട്ടുള്ളവർക്ക് എപ്പോഴും നോൺ അസ്ട്രിൻജന്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കപ്പം ഏർലി ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അത് മനസ്സിൽ വയ്ക്കുക. പ്രാക്ടിക്കാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ കുറെ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ നേരത്തെ ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്താ പറയുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 month നിങ്ങൾക്ക് പെർസിമം ഫ്രൂട്ട് ആയിരിക്കും നിങ്ങളുടെ ബാക്ക് യാർഡിൽ നിന്ന്. ഇറ്റ്സ് ഓർഗാനിക്. സോ പെർസിമം പ്ലാന്റ് നടുക ബാക്ക് യാർഡിൽ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് ഇൻ യുവർ ബാക്ക് യാർഡ്. വെരി ഓർണമെന്റൽ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ. Any comment, എന്തെങ്കിലും comment ഉണ്ടെങ്കിൽ you can put comment below. Thanks for watching once again. Take care.